ലക്ഷദ്വീപ് മുൻ പാർലമെന്റ് അംഗവും NCP ദേശീയ ജനറൽ സെക്രട്ടറിയുമായ മുഹമ്മദ് ഫൈസൽ പടിപുര ബിജെപിയിലേക്ക് ചേരുമെന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കൊച്ചിയിലെ ബിജെപി ജില്ലാ ആസ്ഥാനത്ത് നാളെ വിളിച്ചു ചേർത്തിട്ടുള്ള വാർത്താ സമ്മേളനത്തിൽ ഇത് സംബന്ധിച്ചൊരു പ്രഖ്യാപനം ഉണ്ടാകുമെന്നാണ് വിശ്വസനീയമായ വൃത്തങ്ങൾ ഇപ്പോൾ നൽകുന്ന സൂചനകൾ. ബിജെപി ലക്ഷദ്വീപ് യൂണിറ്റ് സ്ഥാപക പ്രസിഡന്റ് ഡോക്ടർ മുത്തുക്കോയ, ബിജെപി സിറ്റി ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് KS ഷൈജു എന്നിവരും മുഹമ്മദ് ഫൈസലിനൊപ്പം കൊച്ചിയിലെ പ്രസ് മീറ്റിൽ നാളെ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന സൂചനകൾ. ലക്ഷദ്വീപ് രാഷ്ട്രീയത്തിൽ വൻ ചലനങ്ങൾ സൃഷ്ടിക്കാൻ പോകുന്നതാണ് ഈ രാഷ്ട്രീയ മാറ്റം എന്നതിൽ യാതൊരു സംശയമില്ല. 1975 മെയ് 28-ന് ലക്ഷദ്വീപിലെ ആൻഡ്രോത്ത് ദ്വീപിൽ ജനിച്ച മുഹമ്മദ് ഫൈസൽ കാലിക്കറ്റ് സർവകലാശാലയിൽ നിന്നാണ് MBA ബിരുദാനന്തര ബിരുദം നേടിയത്. തുടർന്ന് സജീവ രാഷ്ട്രീയത്തിലിറങ്ങിയ അദ്ദേഹം 2014 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ലക്ഷദ്വീപിൽ നിന്ന് ആദ്യമായി പാർലമെന്റിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കൂടാതെ 2019 വീണ്ടും ജനവിധി തേടി മികച്ച വിജയത്തോടെ അദ്ദേഹം MP സ്ഥാനം നിലനിർത്തി. കൂടാതെ NCPയിൽ പാർട്ടി വിപ്പായി സഭയിൽ പ്രവർത്തിച്ചിട്ടുള്ള അദ്ദേഹം എന്നാൽ 2024 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി മുഹമ്മദ് ഹംദുള്ള സായിദിനോട് പരാജയപ്പെടുന്നു. അതിനുശേഷം തന്റെ രാഷ്ട്രീയ ജീവിതത്തിനിടയിൽ 2023 2 തവണ പാർലമെന്റ് അംഗത്വത്തിൽ നിന്ന് അയോഗ്യനാക്കപ്പെട്ട മുഹമ്മദ് ഫൈസൽ കടുത്ത നിയമ പോരാട്ടത്തിലൂടെയാണ് കടന്നുപോയത്. 2009 ലോക്സഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് അന്തരിച്ച മുൻ കേന്ദ്രമന്ത്രി PM സയ്യിദിന്റെ മരുമകൻ മുഹമ്മദ് സാലിനെ വധിക്കാൻ ശ്രമിച്ചു എന്ന കേസിൽ പ്രതിയായതോടെയാണ് ഫൈസലിന്റെ രാഷ്ട്രീയ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വന്നുകൂടിയത്. അതോടുകൂടി അദ്ദേഹത്തെ ഒന്നാമതായി അയോഗ്യനാക്കപ്പെട്ട ഒരു വിധിയിലേക്ക് കാര്യങ്ങളെത്തി. അതായത് 2023 ജനുവരി 11-ന് കവരത്തി സെഷൻസ് കോടതി മുഹമ്മദ് ഫൈസലിനെ 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചു. ജനപ്രാതിനിധ്യ നിയമപ്രകാരം 2 വർഷത്തിൽ കൂടുതൽ ശിക്ഷ ലഭിച്ചതിനെ തുടർന്ന് ജനുവരി 13-ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് അദ്ദേഹത്തെ അയോഗ്യനാക്കിക്കൊണ്ടൊരു ഉത്തരവ് പുറപ്പെടുവിച്ചു. എന്നാൽ ജനപ്രതിനിധിയെ മാറ്റുന്നത് വഴി ലക്ഷദ്വീപിൽ പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകുന്നത് രാജ്യത്തിന് സാമ്പത്തിക ബാധ്യത വരുത്തുമെന്ന് ചൂണ്ടിക്കാട്ടി ജനുവരി 25-ന് കേരള ഹൈക്കോടതി ശിക്ഷ സ്റ്റേ ചെയ്യുന്ന ഒരു നടപടിയിലേക്ക് പോയിരുന്നു. കോടതിയെ സമീപിച്ച ശേഷമാണ് മാർച്ച് 29-ന് അദ്ദേഹത്തിന്റെ MP സ്ഥാനം ലോക്സഭാ സെക്രട്ടേറിയറ്റ് പുനഃസ്ഥാപിച്ചു നൽകിയത്. ഒന്നാം അയോഗ്യത എന്ന് പറയുന്നത് 2023 ജനുവരി 11-ന് കവരത്തി സെഷൻസ് കോടതിയാണ് മുഹമ്മദ് ഫൈസലിനെ 10 വർഷത്തെ തടവ് ശിക്ഷയ്ക്ക് വിധിച്ചത്. അതിനുശേഷം രണ്ടാമതും അദ്ദേഹത്തിന് അയോഗ്യതയാക്കുന്ന ഒരു രീതിയിലേക്ക് കാര്യങ്ങളുണ്ടായി. വീണ്ടും കോടതിയിലേക്ക് കയറി ഇറങ്ങുന്നു. അങ്ങനെ സുപ്രീം കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി അങ്ങനെ പല കോടതികളിൽ നിന്നും കയറി ഇറങ്ങി അനുകൂലമായ ഒരു വിധി നേടുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങളെത്തി. കാരണം ലക്ഷദ്വീപ് ആയതുകൊണ്ട് തന്നെ അവിടെ മാത്രം വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് കൊണ്ടുവരിക അത് സാമ്പത്തികമായ ഒരു ബുദ്ധിമുട്ടിലേക്ക് കാര്യങ്ങൾ എത്തും എന്നതുകൊണ്ട് തന്നെ വലിയ രീതിയിലുള്ള കർശനമായ ഉപാധികൾ സുപ്രീം കോടതി തന്നെ വയ്ക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. കാരണം വിദേശത്തേക്കൊന്നും പോകരുത്, പാസ്പോർട്ട് കോടതിയിൽ ഹാജരാക്കണം, അങ്ങനെയുള്ള തരത്തിലുള്ള കർശനമായ ഉപാധികൾ നൽകിയതിനു ശേഷമാണ് അദ്ദേഹത്തിന് തുടർന്ന് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് റദ്ദാക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ഉപതെരഞ്ഞെടുപ്പ് വേണ്ട എന്ന രീതിയിലേക്ക് നീതിന്യായപീഠം എത്തിയത്. ഉന്നത നീതിപീഠം നൽകിയ താത്കാലിക നിയമപരീക്ഷകളുടെ കരുത്തിലാണ് മുഹമ്മദ് ഫൈസൽ തന്റെ 17ാം ലോക്സഭാ കാലാവധി പൂർത്തിയാക്കിയത് എന്നതാണ് ഏറ്റവും പ്രധാനം. ലക്ഷദ്വീപിൽ ശക്തമായ ജനസ്വാധീനമുള്ള മുഹമ്മദ് ഫൈസലിന്റെ BJP പ്രവേശനം ദ്വീപ് രാഷ്ട്രീയത്തിലെ പുതിയ സമവാക്യങ്ങൾക്ക് വഴി തുറക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല എന്നാണ് രാഷ്ട്രീയ നിരീക്ഷകരടക്കം ഇപ്പോൾ പറയുന്നത്. എന്തായാലും നാളെ രാവിലെയോടുകൂടി തന്നെ, അതായത് ഏകദേശം ഒരു 11 മണിയോടുകൂടി അദ്ദേഹം BJPയിലേക്ക് അംഗത്വം എടുക്കും. അതിനുവേണ്ട ഒരു വാർത്താ സമ്മേളനമാണ് നാളെ വിളിച്ചു ചേർത്തിട്ടുള്ളത്. എന്തായാലും ലക്ഷദ്വീപിൽ ഒരു നിർണായകമായ ഒരു രാഷ്ട്രീയ നീക്കത്തിലേക്ക് BJP കടക്കുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. വരും ദിവസങ്ങളിൽ ഈ NCPയിൽ നിന്നടക്കം കൂടുതൽ നേതാക്കൾ BJPയിലേക്ക് വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാൻ പറ്റില്ല എന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ.